ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മൂന്നാറിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ്. ഇത് പാർട്ട് 2 ആയിട്ടാണ് കേട്ടോ വീഡിയോ ഇട്ടിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ അത് പോയി കാണാം കേട്ടോ. നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് എല്ലായിടെ പോയി കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയാണ് കേട്ടോ പുറത്തോട്ട്. അവൾക്ക് എന്നെ വേണ്ട, ഇപ്പോൾ ദേവുമായിട്ട് കമ്പനി അടിച്ച് അവളെയാണ് അമ്മ എന്ന് വിളിച്ചോണ്ട് നടക്കുന്നത് കേട്ടോ. ഫുഡ് കഴിക്കാൻ മാത്രമൊക്കെ എന്നെ മതി, അല്ലാത്തപ്പോൾ ദേവുവിൻ്റെ കൂടെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഏതോ ഒരു ഡാമിലാണ്. എനിക്ക് ഡാമിൻ്റെ പേരറിയത്തില്ല. തണുപ്പിൻ്റെ കാര്യം പറയാനാണെങ്കിൽ പകല് തണുപ്പ് വലുതായിട്ടില്ല, രാത്രി പക്ഷെ നല്ല തണുപ്പായിരുന്നു. ഞാൻ രാത്രി കിടുകിടാ വിറച്ചുകൊണ്ടാണ് കേട്ടോ കിടന്നത്. അത്രയ്ക്ക് നല്ല തണുപ്പായിരുന്നു. പിന്നെന്താ, ഇവിടെ വെയിലാണെങ്കിൽ നമുക്ക് ചൂടറിയുന്നില്ല, തണുപ്പുള്ളതുകൊണ്ട് ഭയങ്കര രീതിയിലുള്ള തണുപ്പൊന്നുമില്ല, അത്യാവശ്യം തണുപ്പുണ്ട്. നമ്മൾ ഇത്രയും ദിവസം ചൂടത്ത് കിടന്ന് പെട്ടെന്ന് മൂന്നാറിൽ ഈ ചെറിയ തണുപ്പടിച്ചപ്പോൾ നമുക്ക് സ്വർഗം കിട്ടിയതുപോലെയാണ് കേട്ടോ. കാരണം നമ്മൾ വീട്ടിലൊക്കെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയല്ലേ, നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് ഇവിടെ ഒരു ചെറിയ തണുപ്പടിച്ചപ്പോൾ പോലും നമുക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സീസൺ ടൈമൊക്കെ ആകുമ്പോൾ ഈ റോഡ് മൊത്തം നല്ല തിരക്കായിരിക്കും. ഇപ്പം അധികം തിരക്കൊന്നുമില്ല. അധികം ആൾക്കാരുണ്ടെങ്കിൽ പോലും ഒരു സീസൺ ടൈമിലുള്ള തിരക്കൊന്നും ഇല്ല കേട്ടോ. ശരത്ത് ചേട്ടൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സമയത്തൊക്കെ ഇവിടെ അടുക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം സ്ഥലങ്ങളിലും പോകാൻ പറ്റത്തില്ല, കാരണം എല്ലാം ഓപ്പൺ അല്ല. അപ്പം നമ്മൾ ആദ്യം വന്നത് ഈ ഡാം കാണാനാണ്. ഇത് ഏത് ഡാമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അറിയാമെന്നുള്ളവരൊക്കെ കമൻറ്റ് ഇടുക കേട്ടോ. അതെന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സ്വന്തം നാട്ടിലെ സ്ഥലങ്ങളെ എനിക്ക് നേരവണ്ണം അറിയില്ല, പിന്നെയാണ് ഇനി മൂന്നാറിലെ സ്ഥലം ഞാൻ ഓർത്ത് വയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ആ ഡാമിൽ നിന്ന് നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴുള്ളതാണ്. ഡാമിലെ വെള്ളം തുറന്നു വിടുകയാണെന്ന് തോന്നുന്നു. സൂപ്പറായിരുന്നു അത് കാണാനായിട്ട്. നമ്മൾ കുറച്ചും കൂടി ഇപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പോൾ മഴവില്ലൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അതിന് ശേഷം നമ്മൾ പോയത് എക്കോ പോയിന്റിലോട്ടാണ് കേട്ടോ. ഇവിടെ കൂടുതലും ഫോട്ടോസൊക്കെ എടുക്കാനാണ് എല്ലാവരും വരുന്നത്. ഇവിടുന്ന് കുറേ പേര് ഫോട്ടോസ് എടുക്കാൻ നമ്മളെ പിറകെ നടക്കുന്നുണ്ട്. 20 രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതിൽ 2-3 ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു. ഇനി എന്തായാലും ഇപ്പോഴൊന്നും മൂന്നാറിലോട്ടില്ല, അതുകൊണ്ട് ആ ഫോട്ടോയിലും കണ്ട് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അവർ നമ്മളെടുത്ത ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യാണ്. നമുക്ക് ഇഷ്ടമുള്ള കുറേ ഫോട്ടോസ് അവർ എടുത്ത് തരും. നമുക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഫോട്ടോസ് മാത്രം സെലക്ട് ചെയ്താൽ മതി, അതിന് മാത്രം പൈസ കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഫോണിലോട്ടാണ് കേട്ടോ അവർ സെൻഡ് ചെയ്ത് തരുന്നത്. ശരത്തേട്ടൻ അവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോസ് സെൻഡ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നതും വേറൊരു ഡാമിലാണ്. കുണ്ടള ഡാം എന്നാണ് തോന്നുന്നു എൻ്റെ പേര്. ആ ഡാമിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തി കേട്ടോ. ഇവിടെ ടൂറിസ്റ്റുകാരുടെ വണ്ടികളൊന്നും ഇങ്ങോട്ട് വിടത്തില്ല, അവിടെ പകുതി വരെ കേട്ടത്തുള്ളൂ കേട്ടോ. ഇവിടെ ഉള്ളവരുടെ വണ്ടിയും ബസ്സൊക്കെ മാത്രമേ ഇതുവഴി വിടത്തുള്ളൂ. ഇതുപോലെ ഇങ്ങനെ നടന്ന് കാണുന്നതാണ് കുറച്ചും കൂടി അതിന് ഭംഗിയുള്ളത്. നമ്മളതുകൊണ്ട് എല്ലാ കാഴ്ചകളും നടന്ന് കണ്ടുകൊണ്ട് വരും.
അത് ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്ത സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഒരു 1.5 മണിക്കൂർ വരെ നമ്മളിവിടെ ഇരുന്നു. ഇവിടെ ഇരുന്നാലും നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് വരണമെന്ന് തോന്നില്ല. അത്രയ്ക്ക് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ അവിടെ. ആ തണുത്ത കാറ്റ് കൊണ്ട് കുറേ സമയം നമ്മളവിടെ ഇരുന്നു. പിന്നെ അതിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ വെള്ളമൊക്കെ ദാഹിച്ചപ്പോൾ കരിക്കും വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് നമ്മളൊരു കടയുടെ ഫ്രണ്ടിൽ നിർത്തി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറേ ആക്രി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. രൂപ അവിടെ നിന്ന് ക്യാരറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിക്കുകയൊന്നുമില്ല, ചുമ്മാ അതിൻ്റെ കണ്ടിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അടുത്ത് നമ്മൾ പോയ സ്ഥലം വ്യൂ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കുറേ നടന്നാണ് കേട്ടോ അവിടെ എത്തിയത്. ഇതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലും താഴെ പോയി നോക്കിയാലും ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ കയറേണ്ടത്. നമ്മൾ ഇവിടെ നിന്ന് ടവറിൻ്റെ മുകളിൽ നോക്കിയപ്പോഴും സൂപ്പറായിട്ട് തന്നെ ആ വ്യൂ കാണാനായിട്ട് പറ്റും. മലേനെയൊക്കെ ആ ഭംഗിയൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. മഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി സൂപ്പറായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയപ്പോൾ നല്ല രസമായത്. തിരിച്ച് കയറാൻ കുറേ പാടുപെട്ടു കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര ആവേശത്തിൽ താഴോട്ട് ഇറങ്ങി പോകണം. അവിടെ എന്തോ സംഭവം ഉണ്ടെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അവിടെ വലുതായിട്ടൊന്നുമില്ല. നമ്മൾ മുകളിൽ കണ്ടത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. കയറാൻ ഒത്തിരി പാടുപെട്ടു, ഭയങ്കര പാടായിരുന്നു. ചിരച്ചാണ് കേട്ടോ പിന്നെ കയറിയത്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതിനുശേഷം വൈകുന്നേരം കഴിഞ്ഞാൽ കയറ്റത്തില്ല എന്നാണ് തോന്നുന്നത്. അവിടെ അങ്ങനെയാണ് കേട്ടോ ബോർഡിൽ എഴുതി വെച്ചിരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 3-3:30 മണിയൊക്കെ ആയി. അപ്പോഴേക്കും എല്ലായിടത്തും ഫുഡൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കിട്ടിയ ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചോറ് കഴിക്കാൻ ഇരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലത്തെ അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡിനൊക്കെ. ചോറ് മാത്രം ഇത്തിരി വേവാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു ഫാക്ടറിയിൽ കയറി തേയിലയും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ. വേറെ 2-3 സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടി ഇരുന്നപ്പോഴേക്കും അവിടെയൊക്കെ ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആയിരുന്നു. അതൊക്കെ സീസൺ ടൈമൊക്കെ ആകുമ്പോഴേ തുറക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ കിട്ടിയ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് റൂമിലോട്ട് പോകാൻ വേണ്ടി പോയപ്പോഴാണ് ഇതുപോലെ നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടിയത്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മളവിടെ നിന്ന് വാങ്ങിച്ച ചോക്ലേറ്റും പിന്നെ തേയിലയൊക്കെ വാങ്ങിച്ചു. നമ്മൾ വന്നതിൻ്റെ അന്ന് വാങ്ങിച്ച സ്ട്രോബെറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ചീത്തയായി പോയി. അപ്പോൾ ഇനി ഇത് എന്തായാലും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അത് നല്ലതൊക്കെ നോക്കി കഴിച്ചിട്ട് ബാക്കി കളഞ്ഞു കേട്ടോ. അതിന് നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ സന്തോഷം എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡിനൊന്നും കുറ്റം പറയില്ല. എല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡുകളാണ് കേട്ടോ. സാധാരണ നമ്മൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊന്നും ശരിയാവത്തില്ല, ഇഷ്ടപ്പെടാതെയൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ മിക്ക കടകളിലും നമ്മൾ കഴിച്ച ഫുഡുകളൊക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ കിടക്കാൻ വേണ്ടി പോവുകയാണ്. നാളെ രാവിലെയാണ് റൂം വെക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ബൈ ഫ്രണ്ട്സ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.